Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. അസ്സലാമു അലൈക്കും. ഖത്തറിൻ്റെ നേർചിത്രം അതാണ് ദോഹ സ്റ്റോറീസ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദോഹ സ്റ്റോറീസിൻ്റെ പുതുവത്സര എപ്പിസോഡിലേക്ക് സ്വാഗതം. ഖത്തറിൻ്റെ പോയവാര കാഴ്ചകൾ കാണാം. I want to wish you all the best for the new year. I'm sure that 2019 is going to be a great year for everybody, better than this past year, hopefully, with peace for everyone, with lots of love and abundance of health and everything that's good for everyone, especially for Kerala. I love the people of Kerala because I've come to know them better here in Doha, in Qatar. There are many from Kerala here in Doha. My driver is from there and his family, and they are just amazing people. You are an incredible people that have supported all the things that happened this year with all the rain that you had and all the problems that you had. Still, you are a survivor. You're always smiling. The thing I always like about the Indians in general, but especially from Kerala, is that you're always smiling and happy. And I think that's what keeps a person be connected. You know, when you are connected with God, when you are connected to yourself, you are always see the glass half full, not half empty. അമേരിക്കയിലെ യുണൈറ്റഡ് ഹ്യൂമൻ കെയർ ഇന്റർനാഷണലിന്റെ ലിങ്കൻ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. ദോഹയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ, ഡോക്ടർ എസ് സെൽവിൻകുമാർ എന്നിവർ അവാർഡുകൾ സമ്മാനിച്ചു. ഡോക്ടർ എം ബി ഹസൻ കുഞ്ഞി, ഡോക്ടർ ആനന്ദ് പശുപതി, ഡോക്ടർ ഷീല ഫിലിപ്പ്, ഡോക്ടർ വി എം റിയാസ് എന്നിവരാണ് അവാർഡിന് അർഹരായത്. പ്രേതം 2 എന്ന സിനിമയുടെ സ്പെഷ്യൽ ഷോ വിത്ത് സെലിബ്രിറ്റി എന്ന പ്രോഗ്രാം ഏഷ്യൻ ടൗൺ സിനിമയിൽ വെച്ച് ഫണ്ടേ ക്ലബ് നടത്തി. സിനിമാ താരം ജയസൂര്യ, ഡയറക്ടർ രഞ്ജിത് ശങ്കർ, ഖത്തറിലെ പ്രമുഖ വ്യവസായി നിർമ്മാതാവുമായി ശ്രീ സന്തോഷ് ടി കുരുവിള, ICC വൈസ് പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ, ഫണ്ടേ ക്ലബ് പ്രസിഡന്റ് അജയ്കുമാർ, സെക്രട്ടറി റഷീദ്, കൂടാതെ ഫണ്ടേ ക്ലബ് മെമ്പേഴ്സും ചേർന്ന് പുതുവത്സര ദിനം ആഘോഷിച്ചുകൊണ്ട് നിർവഹിച്ചു. കുറേ നമ്മൾ ലോഞ്ചിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ദോഹ ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസാണ് കഴിഞ്ഞ തന്നെ തന്നത്. ഇതുപോലെ തന്നെയായിരുന്നു ഇത്തവണ നമുക്ക് കിട്ടിയ സ്വീകാര്യത. അത് നല്ല സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത ആയിട്ടാണ് കാണുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യതയേക്കാളെല്ലാം ഉപരി. അപ്പോൾ പ്രേതം ഏറ്റെടുത്ത എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ദോഹയിലെ എല്ലാ നല്ല മലയാളികൾക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. ദോഹയിലെ രാജഗിരി പബ്ലിക് സ്കൂൾ വാർഷികം 3 ദിവസങ്ങളിലായി നടന്നു. ഫാദർ ജോൺസൺ വാഴപ്പള്ളി, ഡോക്ടർ വി എ ജോസഫ്, ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ രാജഗിരി സ്കൂളിൻ്റെ നിസ്തുല സേവനങ്ങൾ അദ്ദേഹം പ്രശംസിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ഷേക്സ്പിയറിൻ്റെ പ്രശസ്ത ട്രാജഡി കിങ് ലയർ കുട്ടികൾ അവതരിപ്പിച്ചു. ദോഹ ഏഞ്ചലോയി സ്ക്വയറിൻ്റെ വാർഷിക ക്രിസ്മസ് ആഘോഷങ്ങൾ ശ്രീ മനോജ് കൂടലിൻ്റെ വസതിയിൽ വെച്ച് നടക്കുകയുണ്ടായി. 30 മെമ്പേഴ്സ് അടങ്ങുന്ന ഏഞ്ചലോയി സ്ക്വയർ ഒട്ടനേകം വേദികളിലും സംഗീത മത്സരങ്ങളിലും പങ്കെടുത്തു വരുന്നു. പുതുവർഷത്തിൽ ഒരു സംഗീത ആൽബം പുറത്തിറക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ് ഇതിൻ്റെ സംഘാടകർ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താഴ
രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. പൈതലാം യേശുവേ, ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ദോഹയിലെ തൃശ്ശൂർക്കാരുടെ തിരുവാതിര കുടുംബം എന്ന കൂട്ടായ്മ ഈ വർഷത്തെ തിരുവാതിര ആഘോഷമാക്കി. വനിതകൾ തിരുവാതിര നോയമ്പെടുത്തും തിരുവാതിര കളിച്ചും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രിയയോടെന്റെ വാർത്തകൾ ചൊൽവാൻ, പ്രിയമാന പോയി വരേണം. പ്രിയയോടെന്റെ വാർത്തകൾ ചൊൽവാൻ, പ്രിയമെന്നോർത്തിതു പറകയോ മമ്മ, കൃപ കൊണ്ടേവമിരുന്നിടുമോ നീ. പ്രിയമെന്നോർത്തിതു പറകയോ മമ്മ, കൃപ കൊണ്ടേവമിരുന്നിടുമോ നീ. പ്രിയമാനസാനി പോയി വരേണം. പ്രിയയോടെന്റെ വാർത്തകൾ ചൊൽവാൻ, പലരും ചൊല്ലിക്കേട്ടു നളിനമുഖിതൻ കഥ. ബലവാദങ്ങൾ ചാർത്തി പെരുത്തിതു ഹൃദിമേ. പലരും ചൊല്ലിക്കേട്ടു നളിനമുഖിതൻ കഥ. ബലവാദങ്ങൾ ചാർത്തി പെരുത്തിതു ഹൃദിമേ. ഒരുവൻ സഹായമില്ലാഞ്ഞുരുതര വേദനയാൽ മരുവുന്ന നേരം നിന്റെ പരിചയം വന്നു ദൈവാൽ. ഒരുവൻ സഹായമില്ലാഞ്ഞുരുതര വേദനയാൽ മരുവുന്ന നേരം നിന്റെ പരിചയം വന്നു ദൈവാൽ. പ്രിയമാനസാനി പോയി വരേണം. പ്രിയയോടെന്റെ വാർത്തകൾ ചൊൽവാൻ. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. Carmel Group, one of the leading transportation and equipment rental company in Qatar. We also deal with construction materials and waste management systems. To know more about us, log into our website carmel.org.
30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി നാഷണൽ പെയിന്റ്സ് ഫാക്ടറീസ് കമ്പനി ദോഹ ഖത്തർ അവതരിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഏറ്റവും പുതിയ ബ്രാൻഡ് പെയിന്റ് ഓറിക്സ് പെയിന്റ്സ്. Passion in color. Oryx Paints, made in Qatar. Five-star hospitality redefined at an affordable price in the heart of Doha City. The Avenue, a Moab Hotel, Doha, Qatar. Your downtown hotel. Log on to www.avenuedoha.com. പച്ചക്കറി കൃഷിയിലൂടെ പൊന്നു വിളയിച്ച ഖത്തറിലെ കുറച്ച് മലയാളി കുടുംബങ്ങളുടെ വിജയഗാഥകൾ കാണാം. ഖത്തർ സ്വയം പര്യാപ്തമാകുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് പാൽ, പച്ചക്കറി, ജൈവകൃഷി തന്നെയാണ്. അതിൽ മലയാളികൾക്കുള്ള പങ്ക് പ്രശംസനീയമാണ്. പല മലയാളി സംഘടനകളും കുടുംബങ്ങളും തങ്ങളുടെ തിരക്കുകൾക്കിടയിലും തങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നു. ആദ്യമായി പാലക്കാട് സ്വദേശികളായ ജിജി അരവിന്ദിൻ്റെയും ഭാര്യ സുവിതയുടെയും ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. അവരുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഖത്തറിൽ സിവിൽ എഞ്ചിനീയറായ ജിജി അരവിന്ദ് സ്വന്തം വസതിയിൽ 5 വർഷം മുൻപ് ചെറിയ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കൃഷിയിടം ഇപ്പോൾ 40ഓളം വിളകളിൽ എത്തി നിൽക്കുന്നു. മുരിങ്ങ, പടവലം, തക്കാളി, കൈപ്പയ്ക്ക, പച്ചമുളക്, ചീര തുടങ്ങിയ പച്ചക്കറികൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഞാൻ ഖത്തറിൽ വന്നിട്ട് ഏകദേശം 16 വർഷമായി. ഞാൻ ഈ വില്ലയിലേക്ക് താമസം മാറിയിട്ട് 7 വർഷമായി. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് നമ്മൾ പച്ചക്കറികളുടെ എല്ലാതരം പച്ചക്കറികളുടെ കൃഷിയും ചെയ്യുന്നുണ്ട്. അതായത് പടവലം, കൈപ്പയ്ക്ക, കുമ്പളം, മത്തൻ, പിന്നെ ചീര, തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, അങ്ങനെ എല്ലാതരം പച്ചക്കറികൾ 40 താഴെ പച്ചക്കറികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ കൂടുതലും എല്ലാം ജൈവ രീതിയിൽ തന്നെ ചെയ്യുന്നത്. അങ്ങനത്തെ ആ മെറ്റീരിയൽ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ അടുക്കളത്തോട്ടം ദോഹ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സപ്പോർട്ട് കൂടെ ആകുമ്പോൾ എന്ത് സംശയങ്ങളും നമ്മളത് അവർ പറഞ്ഞു തന്ന് ക്ലിയറാക്കി മുമ്പോട്ട് പോകുന്നുണ്ട്. വൈഫിൻ്റെയും നല്ല സപ്പോർട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് ആഴ്ചയിൽ ഒരു നേരം നനച്ചാൽ മതി, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 നേരം നനയ്ക്കണം. പിന്നെ എല്ലാം നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറികൾ നമ്മൾ വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. അടുത്തതായി ഖത്തറിലെ പ്രവാസിയായ ഷാനിബ കബീറിൻ്റെ മനോഹരമായ കൃഷിയിടം നമുക്ക് കാണാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BSc-ക്ക് 1ാം റാങ്കും MSc-ക്ക് 2ാം റാങ്കും ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിൽ ഡിപ്ലോമയും നേടിയ ഷാനിബയ്ക്ക് 2016-ലും 2017-ലും MGM ഖത്തറിൻ്റെ ബെസ്റ്റ് ഫാമർ അവാർഡ് നേടാൻ കഴിഞ്ഞു. 100% ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, ടീ ഗ്രൗണ്ട്സ്, ബനാന പീൽസ്, എഗ് ഷെൽസ്, കൗ മാനുവർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു സീസണിൽ നമ്മൾ സീസണൽ ടൈമിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് സ്റ്റോക്ക് ചെയ്യുക. റൂം ടെമ്പറേച്ചറിലും ഫ്രീസറിലും സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ വെജിറ്റബിൾസ് അവൈലബിൾ ആക്കാറുണ്ട്. കൃഷിയിൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും കൂടി കിട്ടുന്നുണ്ട്. ഈ പന്തലിടുക അങ്ങനത്തെ കാര്യങ്ങൾക്കും പിന്നെ പുറത്തുനിന്ന് വളം വാങ്ങിച്ചു തരിക അതൊക്കെ ഹസ്ബൻഡ് തന്നെ ചെയ്തു തരുന്നത്. ബാക്കി ഞാനും ചെയ്യും. പിന്നെ എക്സസ് ഉള്ള വെജിറ്റബിൾസ് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാണ് ചെയ്യാറ്. മറ്റൊരു ദമ്പതികളായ കുറ്റ്യാടി സ്വദേശികൾ അൻവർ സാദത്തും ഭാര്യ ഷജിന കരുവാട്ടിലും ഉണ്ടാക്കിയെടുത്ത കൃഷിയിടം മനോഹരമാണ്. ഖത്തറിൽ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹം തൻ്റെ ഭാര്യയോടൊപ്പം തിരക്കിനിടയിലും
സ്വന്തം കൃഷിയെ പരിപാലിക്കുന്നത് വളരെ മാതൃകാപരമായ ഒന്നാണ്. പച്ചക്കറി മെയിനായിട്ട് ഞങ്ങൾ തുടങ്ങുന്നത് ഓഗസ്റ്റ്, നാട്ടിൽ ഈ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഓഗസ്റ്റിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമാണ് തുടങ്ങുക. അപ്പോൾ വിത്തിട്ട് ആ വിത്തുകളൊക്കെ വളർന്ന് ഇതിനുള്ള കുറേ ഈ പണികൾ ഈ നെറ്റ് കെട്ടിക്കൊടുക്കുക അങ്ങനെയുള്ളതൊക്കെ വീക്കെൻഡ്സിൽ ചെയ്യും. അപ്പോൾ അതൊരു ഹോബിയായിട്ട് എടുത്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പൊന്ന് പുറത്തിറങ്ങി ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൺകുളിർമ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് കൃത്യമായി പരിപാലിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. അവൾ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാലനത്തിന് വേണ്ടിയാണ് സമയം കൂടുതൽ ചിലവഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളത് ഞങ്ങൾ ഒരു 3 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് പല കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തത്. ഇത് ഈ കീടനാശിനി പ്രയോഗമില്ല, ഒരു വളവും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറി, അതായത് കുറേ വീട്ടിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് എന്നുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ പച്ചപ്പ് വിട്ട് മണലാരണ്യത്തിൽ കുടിയേറിയ ഈ മലയാളികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ സ്വന്തം ആവശ്യങ്ങൾക്കും കൂടാതെ സുഹൃത്തുക്കൾക്കും ഉപയോഗപ്രദമായ രീതിയിൽ കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ എല്ലാ പ്രവാസികൾക്കും മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണ്. ഖത്തറിൽ കുടിവെള്ള വിതരണ പദ്ധതിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളി തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് അഷ്റഫിനെ അടുത്തതായി നമുക്ക് പരിചയപ്പെടാം. ഖത്തർ ഉൽപ്പാദനത്തിൻ്റെ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തതയിലെത്തിയതിന് മറ്റൊരു ഉദാഹരണമാണ് കുടിവെള്ളം. ഈ രംഗത്ത് പ്രശംസനീയമായ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ് തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് അഷ്റഫ്. തൻ്റെ സ്ഥാപനമായ സഫ വാട്ടറിലൂടെ അദ്ദേഹം ഖത്തറിൻ്റെ സ്വയം പര്യാപ്തത എന്ന കർമ്മപദ്ധതിക്ക് വേണ്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ്. കഴിഞ്ഞ 15 വർഷമായി സഫ വാട്ടർ ഖത്തറിൻ്റെ കുടിവെള്ള വിപണിയിൽ സജീവ സാന്നിധ്യമാണ്. ഉപരോധ കാലത്ത് ഇതിൻ്റെ ഉൽപ്പാദനത്തിൽ പല തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇതിനെയൊക്കെ അതിജീവിച്ച് തൻ്റെയും തൻ്റെ തൊഴിലാളികളുടെയും കഠിന പ്രയത്നം കൊണ്ട് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഖത്തറിനെ സ്വയം പര്യാപ്തതയിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ 15 വർഷമായി ഖത്തറിൽ കുടിവെള്ളം സഫ വാട്ടർ എന്ന പേരിൽ കുടിവെള്ളമായി സജീവ സാന്നിധ്യമായിട്ട് ഖത്തറിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ സമയങ്ങളിൽ കഴിഞ്ഞ വർഷം ഒരു ബ്ലോക്കേഡൊക്കെ വന്ന സമയങ്ങളിൽ താൽക്കാലിക കുറച്ച് ദിവസങ്ങളിലുള്ള ഒരു പ്രയാസം ഉണ്ടായി എന്നല്ലാതെ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റും ഒരു ക്വാളിറ്റി സർവീസും കൊടുത്താൽ ഏത് സംരംഭവും വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ പ്രധാന ഉദാഹരണമാണ് സഫ വാട്ടർ. ഞങ്ങൾ ആ സമയങ്ങളിൽ ഇതിൻ്റെ റോ മെറ്റീരിയലൊക്കെ പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും അത് പല നിലക്കും എയർ ലിഫ്റ്റ് ചെയ്തിട്ടും മറ്റൊക്കെ കൊടുന്ന് ജനങ്ങളിലേക്ക് ഇത് വളരെ സുതാര്യമായി എത്തിച്ചു കൊടുത്തു. അതിൻ്റെ അപ്രിസിയേഷന് ഞങ്ങൾക്ക് ഈ മാർക്കറ്റിൽ നിന്ന് തന്നെ കിട്ടി. തുടക്കത്തിൽ കുറച്ച് പ്രശ്നം തോന്നിയാലും അത് ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിന് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും അവരൊരുക്കി തന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല നിലക്ക് ഞങ്ങൾക്കിത് മുന്നേറാൻ പറ്റിയത്. സഫ വാട്ടറിൻ്റെ മികച്ച സേവനത്തിന് ഖത്തർ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും അപ്രീസിയേഷൻ അവാർഡും മികച്ച ക്വാളിറ്റിക്ക് FSSC 22000 സർട്ടിഫിക്കേഷനും സഫ വാട്ടറിന് ലഭിക്കുകയുണ്ടായി. തൻ്റെ തിരക്കിട്ട ജീവിതത്തിനിടയിലും മുഹമ്മദ് അഷ്റഫ് സഫ വാട്ടർ ഉൽപ്പാദനത്തിൻ്റെ എല്ലാ മേഖലകളിലെ തൊഴിലാളികളുമായും ദൈനംദിന ഇടപെടലുകൾ നടത്തുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രവാസികളായ മലയാളികൾക്കും അദ്ദേഹത്തിൻ്റെ നേട്ടവും വളർച്ചയും ഒരു അഭിമാനം തന്നെയാണ്. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. Swasti Academy for Excellence, the art of genius making. An institution with a mission to bring authenticity to the Indian art scene in Qatar.
a place of learning that seeks to combine deep training, opportunities, and all-round development. Al Kharif Trading and Contracting, your dependable service partner in Qatar. We deal with supply of heavy equipments, container transport, manpower supply and more. For best quality services, Al Kharif Trading and Contracting, Alco. Contact 5027 6464 5533 1361. Email salesalkharif@gmail.com. Nila Restaurant, Bin Mahmood, Doha, Qatar. Otis, the trendsetter, now available at major hypermarkets and supermarkets in Qatar. ഖത്തറിന്റെ പെയിന്റിംഗ് നിർമ്മാണ മേഖലയിൽ മെയ്ഡ് ഇൻ ഖത്തർ എന്ന ഗവൺമെന്റ് കർമ്മ പദ്ധതിയിലൂടെ നാഷണൽ പെയിന്റ്സിന് നിർണായക നേട്ടം കൈവരിക്കാൻ സഹായിച്ച മലയാളിയെയാണ് ദോഹ സ്റ്റോറീസിൽ അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത്. ഉപരോധ കാലഘട്ടത്തിൽ ഖത്തറിലെ പെയിന്റ് ഉൽപ്പാദന മേഖലയിൽ വളരെയധികം പ്രതിസന്ധി നേരിട്ടപ്പോൾ ഖത്തർ നാഷണൽ പെയിന്റ്സിന്റെ പൂർണ്ണമായും ഖത്തർ നിർമ്മിതിയിൽ വിപണിയിലിറക്കിയ റോബ്സൺ എന്ന പ്രോഡക്റ്റിന്റെ ഉൽപ്പാദനത്തിൽ മലയാളികൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഇതിന്റെ ഉൽപ്പാദനത്തിലും വിപണനത്തിലും ചുക്കാൻ പിടിച്ചത് മലയാളിയും നാഷണൽ പെയിന്റ്സിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജരുമായ ജോൺ എബ്രഹാമും അബു താഹിറും കൂട്ടാളികളുമാണ്. ഉൽപ്പാദനത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള അദ്ദേഹത്തിന്റെ മേൽനോട്ടം വളരെ ശ്ലാഘനീയമാണ്. 25 വർഷമായി അദ്ദേഹം ഈ കമ്പനിയിൽ സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ 2017 ജൂൺ മുതൽ GCC അംഗരാഷ്ട്രങ്ങൾ കൊണ്ടുവന്ന ബ്ലോക്കേഡ് ഖത്തറിനെ വല്ലാതെ പിടിച്ചുലച്ചപ്പോൾ ഇന്ത്യൻ സമൂഹം ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്ട്സിനെ അംഗീകരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൽ വലിയൊരു പങ്കാണ് വഹിച്ചത്. അങ്ങനെയാണ് റോബ്സൺ പെയിൻറ്റ്സ് മാർക്കറ്റിലുടനീളം അതിൻ്റെ വേരുകൾ പിടിക്കുവാൻ സാധിച്ചത്. ഞങ്ങൾ അതിനകത്ത് ഇന്ത്യൻ സമൂഹം അന്ന് വിശിഷ്യ ഇവിടുത്തെ ഞങ്ങളുടെ വർക്കേഴ്സ്, അതായത് തൊഴിലാളി വർഗം മൊത്തം അതിനായി പ്രയത്നിച്ചു. R&D മുതൽ സെയിൽസ് വിഭാഗം മുതൽ പ്രൊഡക്ഷൻ വരെയുള്ള എല്ലാ തൊഴിലാളി വർഗവും അതിനായിട്ട് നിസ്സീമമായി അവർ പ്രയത്നിച്ചു. അങ്ങനെ അതിപ്പോൾ മാർക്കറ്റിൽ നല്ല ഒരു ശൃംഖല തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിപണിയിൽ റോബ്സൺ പെയിൻറ്റ്സിൻ്റെ സ്വീകാര്യതയ്ക്ക് പിന്നിൽ മലയാളി വ്യവസായികൾ തന്നെയാണ്. മെയ്ഡ് ഇൻ ഖത്തർ എന്ന ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ആശയത്തിൽ അഭിമാനകരമായ നേട്ടം കാഴ്ചവെക്കാൻ റോബ്സന് കഴിഞ്ഞിട്ടുണ്ട്. അതിനു കാരണക്കാരായ മലയാളികളുടെ പ്രയത്നം എല്ലാ പ്രവാസികൾക്കും പ്രചോദനമാണ്. Assalamu alaikum wa rahmatullah. I would like to thank the Indian community in Qatar on behalf of National Paint Factory because they were our support here in Qatar market. Also, as everyone knows, the majority of the shop's owner are Indians, so they were the backbone for our company to grow. And also during the blockade in 2017, we find our ways to India to have the selective raw material with high quality. I would like also to thank our Indian staff in the company for their hard work and their loyalty. ഖത്തറിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways.